വനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളതുമായി സഹകരിച്ച്, കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു, പക്ഷേ അത് നമ്മൾ നോക്കുന്നില്ല. വനത്തിന് പുറത്തു വന്നില്ല, വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ അതിനെ കൂട് സ്ഥാപിച്ചോ പിടികൂടും എന്ന് വനമന്ത്രി ഇതാ ഉറപ്പ് പറയുന്നു. പക്ഷേ അക്കാര്യം തന്നെയാണ് മന്ത്രി OR കേളുവും അവിടെ കൂടി നിന്ന പ്രതിഷേധക്കാരെ അറിയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഫലം കണ്ടില്ല, അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴവിടെ വീണ്ടും ഒരു സമവായത്തിൻ്റെ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരത് വിശദീകരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ അത് കാണാം. പക്ഷേ അത് കേൾക്കാൻ ജനക്കൂട്ടം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സുർജിത്ത്, എന്താണ് അവിടെ നടക്കുന്നത്? ഈ മൃതദേഹം അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ തന്നെ അത് വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്ന് നേരത്തെ തുടക്കത്തിൽ നമ്മളോട് പ്രതികരിച്ച പലരും പറഞ്ഞിരുന്നു. മൃതദേഹം അത് കാട്ടിലേക്ക് കുറേ ദൂരം വലിച്ചുകൊണ്ടു പോകാനൊക്കെയുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷേ ജനക്കൂട്ടം ഇപ്പോഴും അനുവദിക്കുന്നില്ല. എന്താണ് അവരാവശ്യപ്പെടുന്നത്? ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ അവരാവശ്യപ്പെടുന്നത് ഉറപ്പാണ്. ആ ഉറപ്പ് എന്താണ് സുർജിത്ത്? വിജയകുമാർ നിലവിൽ ഇപ്പോൾ ഈ പ്രിയദർശിനി ഇതിന്റെ എസ്റ്റേറ്റിന്റെ ഓഫീസിന്റെ അകത്ത് ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമാണ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ യോഗത്തിൽ വിശദീകരിക്കുകയാണ്. അതിന് പുറത്ത് ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. സർവകക്ഷി യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിനകത്തേക്ക് ആളുകൾ ഇരച്ചു കയറാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുന്നു, മറുഭാഗത്ത് പോലീസ് അതിനെ പ്രതിരോധിക്കാൻ, തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാർക്കും ഒപ്പം തന്നെ ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മന്ത്രി OR കേളു അടക്കം ഈ ഇതിനകത്തുണ്ട്. അവർ ആ യോഗത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കും. പക്ഷേ ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ ഇവിടെ ബഹളം വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർച്ചയായ ഒരു ഭാഗത്ത് ബഹളം വയ്ക്കൽ തുടരുന്നുണ്ട്. അതായത് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം നിയമപരമായി നിലനിൽക്കുന്നുള്ള ആവശ്യത്തെ എത്രത്തോളം നിയമപരമായി നിലനിൽക്കുന്നുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നു. മറുഭാഗത്ത് ഈ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ കൂട് വെച്ചോ ഇതിനെ കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യം ഒരു ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷമാണുള്ളത്. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസിലാണ്. ഈ ഓഫീസിന് മുന്നിലായി മൃതദേഹം വെച്ചിരിക്കുകയാണ്. ഈ മൃതദേഹം ഉറപ്പുകൾ ലഭിക്കാതെ ഇത് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത്. മറുഭാഗത്ത് ഈ ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന നിലയാണുള്ളത്. പ്രത്യേകിച്ച് ഇതൊരു തോട്ടം മേഖലയാണ്. തേയിലത്തോട്ടവും ഒപ്പം തന്നെ തേയിലത്തോട്ടത്തിനൊപ്പം ഈ കാപ്പിത്തോട്ടവും ഒക്കെയുള്ള ഒരു ഭൂപ്രദേശമാണിത്. ഇവിടെയാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മന്ത്രി ഉൾപ്പെടെയുള്ള ഇത് പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് പരിസരത്തെ ദൃശ്യങ്ങളാണ്. അവിടെ ആ എസ്റ്റേറ്റ് ഓഫീസിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കൾ മന്ത്രി OR കേളുവിൻ്റെയും സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് ചില ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ജനക്കൂട്ടം വലിയ തോതിൽ ബഹളം വയ്ക്കുകയാണ്. ആ എസ്റ്റേറ്റ് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് അവരെ തടയുന്നുണ്ട്, പക്ഷേ അവരതിന് കൂട്ടാക്കുന്നില്ല. നമ്മൾ എന്താണ് ആ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമെന്ന് അല്പസമയത്തിനകം അറിയാം.